എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ സാറ്റർഡേ എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞു. നമ്മുടെ നേരത്തെ പ്രമോയിൽ കണ്ട പോലെ തന്നെ സൂപ്പർ എപ്പിസോഡാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും നല്ലൊരു എപ്പിസോഡായിട്ട് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ലാലേട്ടൻ ഇതുവരെ ഇങ്ങനെ ഒരു ഫയറായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത്രയും ദേഷ്യത്തോടെയായിരുന്നു സംസാരിച്ചിരുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരു പരാമർശം ആയിരുന്നല്ലോ നമ്മുടെ അനുമോളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണക്കിന് അനുമോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അനുമോക്ക് മാത്രമല്ല മസ്താനിക്കും നമ്മുടെ ജിഷിനെ ലക്ഷ്മിക്ക് എല്ലാവരെയും നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് വൈൽഡ് കാർഡായിട്ട് വന്ന എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് വരെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂടുതലായിട്ടും നമ്മുടെ അനുമോളാണ്. അനുമോൾ ചെയ്യുന്ന എല്ലാ കാര്യവും ശരിയാണെന്നും പറയുന്നില്ല. അനുമോളുടെ ഭാഗത്ത് ശരിയുമുണ്ട് തെറ്റുമുണ്ട്. പക്ഷേ അനുമോളുടെ ഭാഗത്ത് തെറ്റ് പറയുമ്പോൾ അനുമോൾ അത് പലപ്പോഴും അംഗീകരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാനാണ് ഏറ്റവും വലിയ എന്തോ സംഭവമാണെന്നൊക്കെ പറയുമ്പോഴായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെയുള്ള എല്ലാവരുടെ ഭാഗത്തും തെറ്റുമുണ്ട് ശരിയുമുണ്ട്. ആരും അങ്ങനെ എല്ലാം തികഞ്ഞവരൊന്നുമല്ല. ഇത് പക്ഷേങ്കിൽ എല്ലാവരും ബിഗ് ബോസ് ഷോ ആണ്. അപ്പോൾ എന്തിനാലും തെറ്റ് വരും, പിന്നെ അറ്റാക്കും കാര്യങ്ങളൊക്കെ വരും. എനിക്ക് ആദ്യം അനുമോളോട് കൂടുതലൊരു ഇഷ്ടമായിട്ട് തോന്നിയത് എല്ലാവരും കൂടി അനുമോളെ അറ്റാക്ക് ചെയ്യുന്ന ടൈം എനിക്ക് അത്രയും ഒരു പാവം പോലെയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അനുമോളുടെ ഭാഗത്തായിരുന്നു അപ്പോഴൊക്കെ ഒരു സിമ്പതിയും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വൈൽഡ് കാർഡുകളൊക്കെ വന്ന ശേഷം അനുമോൾ ആകെ മാറിയിട്ടുണ്ട്. കാരണം പുറത്തുള്ള സപ്പോർട്ട് തനിക്കാണ് ഏറ്റവും കൂടുതലെന്ന് അറിഞ്ഞ ശേഷം അനുമോളുടെ ആകെ മാറിയിട്ടുണ്ട്. അവർ വന്ന ശേഷമുള്ള എപ്പിസോഡ് എടുത്ത് നോക്കിയാൽ അറിയാം. ഞാനാണിപ്പോൾ വലുതെന്ന് അറിയുമ്പോൾ അത് പിന്നെ നെഗറ്റീവ് ഇല്ല എന്ന് അറിയുമ്പോൾ എന്ത് തന്നെയാലും ഒരു സന്തോഷമാണല്ലോ. പിന്നെ നമ്മുടെ ശൈത്യ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, അതിന് ലാലേട്ടൻ ചോദിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നമ്മുടെ അനുമോൾ ഓരോ കാര്യം ചോദിക്കുമ്പോഴും ആ ഡ്രസ്സിങ് റൂമിൽ അവിടെ ക്യാമറയില്ല. അപ്പം നമ്മുടെ ലക്ഷ്മി അതിൻ്റെ അകത്ത് ചുമരിൽ എഴുതി കാണിക്കും, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് എഴുതി കാണിക്കും എന്നുള്ളത് അതിൻ്റെ അകത്ത് ശൈത്യം പറയുന്നുണ്ട്. അതെന്തായാലും ചോദിക്കേണ്ട കാര്യമാണ്. കാരണം പുറത്തുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ലക്ഷ്മി അവിടെ ഭയങ്കര ഒരു സംഭവമാണ്. പല റൂളും കൊണ്ടുവരുന്ന ലക്ഷ്മി തന്നെയാണ് ഇപ്പോൾ റൂള് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും ചോദിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ വന്ന ഉടനെ ഇതുവരെയായിട്ട് ലാലേട്ടൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം നാണമുണ്ടോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് പ്രമോല് വരെ കണ്ടത്. അതപ്പോൾ നമ്മുടെ അനുമോളോട് തന്നെയാണ് ചോദിച്ചതെന്ന് ഉറപ്പാണ്. നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? ഇവിടെ ഇത്രയും പേര് 300ഓളം ക്രൂ മെമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ആരും കാണാത്ത കാര്യം നിങ്ങൾ കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനുമോളുടെ മുഖം ആകെ ചമ്മി നാറി അങ്ങ് എത്തിയിട്ടുണ്ട്. എന്നിട്ടും ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്ന പോലെ വിട്ട് പറയുന്നില്ല. ഞാനും അങ്ങനെ ചെറിയ ചെറിയ ഷോർട്സിലൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടതാണെങ്കിലും അനുമോൾ എന്താ കണ്ടതെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. അവർ കിസ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഇവിടെ ജിസൈലിൻ്റെ ഭാഗത്തുള്ള ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ജിസയിൽ ഒരു നമ്മുടെ അനുമോളെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ച ഒരു സീൻ അതിൻ്റെ അകത്ത് ക്ലിപ്പ് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ ജിസൈലിൻ്റെ കൈ ഇങ്ങനെ ജസ്റ്റ് അടിക്കുന്ന ഒക്കെ സീനൊക്കെ എടുത്ത് കാണിച്ച് അവിടെ അത്രയും അലറി വിളിച്ച് ശബ്ദമുണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഇത്ര പ്രശ്നം ഉണ്ടായിട്ടും ജിസയിൽ അത് വളരെ നല്ല രീതിയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് ജിസൈലിൻ്റെ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ജിസൈലിന് അവിടെ വേണമെങ്കിൽ അത്രയും ബഹളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാം. പക്ഷേങ്കിൽ ജിസയിൽ അനുമോളോടൊപ്പം ജയിലിൽ ഇരിക്കുമ്പോഴായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അത് വളരെ മോശമാണെന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിലായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അത് കണ്ടവരെ എല്ലാവർക്കും തന്നെ അറിയാം. പിന്നെ ജിസയിൽ നല്ലതാണോ ഇതാണോ എന്നുള്ളത് എനിക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേങ്കിൽ ഇത്രയും സംഭവം ഉണ്ടായിട്ടും പെരുമാറിയ രീതി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് ലാലേട്ടൻ തന്നെ അതിൻ്റെ അകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആര്യൻ പറയുന്നുണ്ട്, അനുമോൾക്ക് എന്നോടൊരു ക്രഷ് ഉണ്ടായിരുന്നു എന്ന്. അനുമോൾ അപ്പോൾ പറയുന്നുണ്ട്, ഞാനത് തമാശയ്ക്ക് പറഞ്ഞതാണെന്ന്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ പറയുന്നതെല്ലാം തമാശ, ബാക്കി എല്ലാവരും പറയുന്നതും സീരിയസ്, അതൊരു ചോദ്യം തന്നെയാണ്. അനുമോളുടെ കാര്യത്തിൽ പല കാര്യത്തിലും അനുമോൾ ഇന്ന് ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ടൊക്കെ വലിയ കാര്യത്തിൽ പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും അനുമോൾ വിചാരിക്കുമ്പോൾ അവിടെ നടക്കണം എന്ന് പറയുന്നതൊന്നും നടക്കില്ല. അത് ബിഗ് ബോസ് ഹൗസാണ്. എല്ലാവരും കണ്ടൻറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ്, കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. അനുമോൾ പറയും പോലെ നടക്കണം എന്ന് പറയാൻ അനുമോൾ സെലക്ട് ചെയ്ത ആൾക്കാരല്ല. അനുമോളുടെ ഗെയിം കളിക്കുക, ബാക്കിയുള്ളവർ അവരുടെ ഗെയിം കളിക്കും. എന്ത് തന്നെയാലും ഇന്നത്തെ എപ്പിസോഡ് സത്യം ഇതുവരെയുള്ള എല്ലാ സീസണിലും വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡാണ് ഇത്. കാരണം നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട്. മസ്താനിക്കൊക്കെ കുറച്ചും കൂടി കിട്ടണമായിരുന്നു, കുറച്ച് കുറഞ്ഞു പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ നാളെ കിട്ടുമായിരിക്കും. കാരണം നമ്മുടെ അപ്പാനി ശരത്തും രേണു സുധി വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് രേണു സുധിയെ എവിക്റ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പാനി എവിക്റ്റായപ്പോൾ മസ്താനി അവിടെ ഇരുന്ന് തുള്ളിച്ചാടുകയായിരുന്നു. എന്നെ തെറി വിളിച്ചുകൊണ്ടാണ് ഔട്ടായതെന്ന്. അതൊന്നും അല്ല, വോട്ട് കുറഞ്ഞുകൊണ്ടാണ്. തെറി വിളിച്ചത് തെറ്റ് തന്നെയാണ്. പക്ഷേ
മസ്താനി അവിടെ നമ്മുടെ റെന ഫാത്തിമ എന്തോ നടുവിരൽ കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നാളെ ആയിരിക്കും ചർച്ച ചെയ്യുക. മസ്താനി അത്ര നല്ല ആളൊന്നുമല്ല. മസ്താനി വന്നത് മുതൽ ഞാനെന്തോ വലിയ സംഭവമാണ്, ഞാൻ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കളിക്കുന്നുണ്ട്. മിക്കവാറും അടുത്ത ആഴ്ച പോകേണ്ട ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അപ്പാനി ഔട്ടായപ്പോൾ മസ്താനി കാണിച്ച പ്രവൃത്തിയോട് തീരെ യോജിക്കാൻ പറ്റുന്നില്ല. എന്ത് തന്നെയാലും ഒരാൾ എവിക്റ്റായി പോവുകയാണ്, അയാൾ 100 ദിവസം നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അവിടെ വന്നതാണ്. അപ്പോൾ എന്ത് തന്നെയാലും ആ ഒരു പ്രവൃത്തിയോട് യോജിക്കാൻ പറ്റുന്നില്ല. എന്ത് തന്നെയാലും മസ്താനിക്കും കുറേ വാണിംഗ് ബിഗ് ബോസ് കൊടുത്തതാണ്, പുറത്തുള്ള കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും ആ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. പിന്നെ ബിഗ് ബോസിനെ അനുസരിക്കാത്തതിനെ കുറിച്ചിട്ടും അതിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്, ആർക്കും ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെയാണ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആ ബിഗ് ബോസിനെ ഒരു കളിയാക്കുന്ന പോലെ ആയാലും പരിഹസിക്കുന്ന പോലെയൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെതിരെ ആക്ഷൻ എടുക്കുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ചുകൂടി ആ മസ്താനിക്ക് കിട്ടാത്തതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം അനുമോളുടെ മാത്രമായിപ്പോയി. ഒരു കുറച്ച് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും കൂടുതലും നമ്മുടെ അനുമോളുടെ വിഷയമായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. പുറത്തെ ജിഷിനോടൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് വന്നതെന്ന്. പക്ഷേ ജിഷിന് കാര്യം മനസ്സിലായി, സംഗതി പാളി എന്ന് പറഞ്ഞപ്പോൾ ജിഷിൻ നൈസായിട്ട് എല്ലാവരോടും മാപ്പ് പറഞ്ഞിട്ടുണ്ട്. മസ്താനി അതും ചെയ്തിട്ടില്ല. നാളെയെങ്കിലും മസ്താനിക്ക് കുറച്ച് കൂടുതൽ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഉള്ളത്. എന്തിനാലും അനുമോളെ ഇന്ന് നല്ല വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ച് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. അനുമോളുടെ മുഖമൊക്കെ ചമ്മി നാറി വെളുത്ത് ഇരിക്കുന്നുണ്ട്. അനുമോൾക്ക് ലാലേട്ടൻ വന്നിട്ട് ഒരു ചിരിയോ സന്തോഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല. കണക്കിന് കിട്ടിയിട്ടുണ്ട്. കുറച്ചൊന്നും അടങ്ങിയ അനുമോൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഇതുപോലെ തുടരുകയാണെങ്കിൽ അനുമോൾ ഔട്ടാവും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമൊക്കെ അനുമോളോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഇപ്പം ആ ഇഷ്ടം കുറഞ്ഞു വരുന്നുണ്ട്. കുറച്ച് ഞാനെന്ന ഭാവം എന്ന് പറഞ്ഞിട്ടുള്ളവർ ഉള്ള പോലെയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അനുമോൾ ഇനിയെങ്കിലും കളി മാറ്റി കളിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് അനുമോളുടെ കളി എനിക്ക് അത്ര ഇഷ്ടമാവുന്നില്ല. അവർ വന്ന ശേഷം, വയൽക്കാട് വന്ന ശേഷം ഉള്ള കളിയാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് തന്നെയായാലും അനുമോൾക്ക് ഇന്ന് നല്ല കണക്കിന് കിട്ടിയിട്ടുണ്ട്. മസ്താനിക്ക് കുറച്ച് വയൽക്കാടിനും കുറച്ച് കിട്ടിയിട്ടുണ്ട്, പക്ഷെ കുറച്ചും കൂടി കിട്ടണമായിരുന്നു. നല്ലവണ്ണം കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. വയൽക്കാടായിട്ട് വന്നിട്ട് ഞങ്ങളാണ് വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. മസ്താനിക്ക് നാളെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. നമുക്ക് നാളത്തെ എപ്പിസോഡ് കണ്ട ശേഷം അടുത്ത റിവ്യൂ ആയിട്ട് വരാം.